ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസ പട്ടികയെ ചൊല്ലിയുണ്ടായ വിവാദത്തിൽ വിശദീകരണവുമായി റവന്യൂ മന്ത്രി കെ രാജൻ. ദുരന്തത്തിൽപ്പെട്ട ഒരാളെ പോലും പട്ടികയിൽ നിന്ന് ഒഴിവാക്കില്ലെന്ന് മന്ത്രി. കട്ടപ്പനയിൽ നിക്ഷേപകൻ ആത്മഹത്യ ചെയ്ത കേസ് പോലീസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സഹകരണ മേഖലയിലെ തട്ടിപ്പിനെതിരെ കരുവന്നൂർ മോഡൽ സമരം വ്യാപിപ്പിക്കുമെന്നും സുരേന്ദ്രൻ. ജില്ലയിൽ രണ്ടിടങ്ങളിൽ ഹോട്ടലുകളിൽ തീപിടുത്തം. പഴയന്നൂർ സെന്ററിലെ രവീന്ദ്ര ഹോട്ടലിലും കുന്നംകുളം ജംഗ്ഷനിലെ ഫുഡ് കോർണറിലുമാണ് തീപിടുത്തമുണ്ടായത്. ആളപായമില്ല. മലയോര മേഖലയിൽ ഏകാശ്രയമായ അതിരപ്പള്ളി അരൂർമുഴിയിൽ മാവേലി സ്റ്റോറിൽ അവശ്യ സാധനങ്ങളില്ലെന്ന് പരാതി. മാവേലി സ്റ്റോറിൽ നിലവിൽ ആകെയുള്ളത് അരിയും പഞ്ചസാരയും മാത്രം. ജലസേചന സൗകര്യം കുറഞ്ഞതിനെ തുടർന്ന് മുണ്ടകൻ കൃഷി ഉപേക്ഷിച്ച് ചാറ്റിലാമ്പാടത്തെ കർഷകർ. കൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭ്യമാക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി വേണമെന്ന് ആവശ്യം. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പട്ടികയെ ചൊല്ലിയുണ്ടായ വിവാദത്തിൽ വിശദീകരണവുമായി റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലവിൽ പുറത്തിറക്കിയത് കരട് പട്ടിക മാത്രമാണെന്നും 15 ദിവസത്തിനകം ആക്ഷേപങ്ങൾ അറിയിക്കാമെന്നും മന്ത്രി പറഞ്ഞു. എല്ലാവരെയും ഉൾപ്പെടുത്തലാണ് സർക്കാരിന്റെ ലക്ഷ്യം. ആർക്കും ആശങ്ക വേണ്ട. അർഹത മാത്രമാണ് മാനദണ്ഡം. കരട് ലിസ്റ്റിൽ പേരുകൾ ആവർത്തിക്കുന്നത് സ്വാഭാവികമായ കാര്യമാണ്. ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും പൂർണ്ണമായും കേൾക്കും. ദുരന്തത്തിൽപ്പെട്ട ഒരാളെ പോലും ഒഴിവാക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് സഹകരണ മേഖലയിൽ കൊള്ളയും രാഷ്ട്രീയ അതിപ്രസരവും കടന്നുവന്നിരിക്കുന്നത് ഗൌരവമേറിയ പ്രശ്നമാണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. തൃശൂർ ബി.ജെ.പി. ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ. കണ്ണൂരിൽ എ.ഡി.എം. ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ കേസ് തേച്ചുമാച്ചു കളയാൻ ശ്രമിക്കുന്നതുപോലെയാണ് കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് മുഴുവൻ നടന്ന സഹകരണ കൊള്ളയുടെ മറ്റൊരു പതിപ്പാണ് കട്ടപ്പനയിലേതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. കട്ടപ്പനയിൽ ഒരു പാവപ്പെട്ട നിക്ഷേപകൻ തന്റെ സമ്പാദ്യമെല്ലാം എടുത്ത് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചതിന്റെ പേരിൽ ആ സഹകരണ ബാങ്കിന്റെ മുമ്പിൽ തന്നെ ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതി. പക്ഷേ കേസ് അന്വേഷിക്കുന്ന പോലീസ് പ്രശ്നത്തിൽ ഉൾപ്പെട്ടത് ഉന്നതരായിട്ടുള്ള CPM നേതാക്കളായതുകൊണ്ട് ആ കേസ് അന്വേഷണം അട്ടിമറിക്കും. മാത്രമല്ല ആ സഹകരണ സ്ഥാപനം നിറയെ കൊള്ളയാണ്. അവിടെ നിക്ഷേപിക്കുന്ന പണം വകമാറ്റി ചെലവഴിക്കും. നാം തൃശ്ശൂർ ജില്ലയിലെ കരുവന്നൂരിലും തൃശ്ശൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലും എല്ലാം കണ്ട അതേ അഴിമതി തന്നെയാണ് CPM നിയന്ത്രണത്തിലുള്ള കട്ടപ്പനയിലെ ബാങ്കിലും നാം കണ്ടത്. സഹകരണ മേഖലയെ ശുദ്ധീകരിക്കാനുള്ള ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. സഹകരണ മേഖലയെ ശുദ്ധീകരിക്കാൻ കേന്ദ്രം നിയമം കൊണ്ടുവന്നപ്പോൾ സംസ്ഥാനത്തെ ഭരണപ്രതിപക്ഷത്തുള്ളവർ എതിർക്കുകയായിരുന്നുവെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. സഹകരണ മേഖലയെ ശുദ്ധീകരിക്കാൻ ശക്തമായ പ്രചാരണവും സമരവുമായി മുന്നോട്ടു പോകുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിന് വലിയ തോതിലുള്ള കേന്ദ്ര സഹായം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒറ്റയടിക്ക് 405 കോടിയുടെ സഹായം ലഭിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർത്തതാണ് കേരളത്തിന് കേന്ദ്ര സഹായം ലഭിക്കാൻ കാലതാമസം നേരിട്ടതെന്നും ലഭിച്ച സഹായം ഫലപ്രദമായി വിനിയോഗിക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. പ്രധാനപ്പെട്ട സർവകലാശാലകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇവിടെയെല്ലാം വിദ്യാഭ്യാസത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള 405 കോടി രൂപയുടെ ധനസഹായം ഒറ്റയടിക്ക് കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയിരിക്കും. സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു കേന്ദ്ര സർക്കാരും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക്, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് ഒറ്റയടിക്ക് ഇത്രയധികം തുക ഒരുമിച്ച് നൽകിയ ഒരു കാലം ഉണ്ടായിട്ടില്ല. എന്തായാലും കേന്ദ്ര സർക്കാർ വലിയ തോതിലുള്ള സഹായമാണ് കേരളത്തിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതിനെ മാതൃകാപരമായി ഉപയോഗിക്കുകയാണ് വേണ്ടത്. പ്രിയങ്ക ഗാന്ധിയുടെ പിന്നിൽ മാത്രമല്ല വിജയരാഘവന്റെ മുന്നിലും പിന്നിലും വർഗീയ ശക്തികളാണുള്ളത്. മാറി മാറി വരുന്ന LDFും UDFും വർഗീയ ശക്തികളെ പിന്തുണയ്ക്കുകയാണെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. പ്രിയങ്കയുടെ മുന്നിലും പിന്നിലും വർഗീയ ശക്തികളാണ് എന്നുള്ളത് ഒരു പുതിയ കാര്യമല്ലല്ലോ. എന്താ ഇപ്പോൾ ഒരു വെളിപാട് വിജയരാഘവന് തോന്നാൻ കാരണം? ഈ രണ്ട് മുന്നണികളും കേരളത്തിൽ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത്. വർഗീയ ശക്തികളാണ് അവരുടെ ആകെയുള്ള കൈമുതൽ. വിജയരാഘവന്റെ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും പോപ്പുലർ ഫ്രണ്ടുമായിട്ടും PDPയുമായിട്ടും വെൽഫെയർ പാർട്ടിയും ഒക്കെ ആയിട്ടും അവർ സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പിലും മാറി മാറി LDFും UDFും അവരവരുടെ സൗകര്യം അനുസരിച്ച് വർഗീയ ശക്തികളുമായിട്ട് ചേർന്ന് പ്രചാരണം നടത്തുക. വിജയരാഘവൻ ഇങ്ങനെ ഒരു വെടിയിപ്പോൾ പൊട്ടിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നല്ല ജനപിന്തുണ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് അവർക്ക് നഷ്ടമായി. അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറേ വെടികൾ പൊട്ടിക്കും. തൃശൂർ ജില്ലയെ 3ആയി വിഭജിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായും
സംസ്ഥാനത്ത് BJPക്ക് ഇനി 30 ജില്ലാ കമ്മിറ്റികൾ ഉണ്ടാകുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, KR ഹരി, ജസ്റ്റിൻ ജേക്കബ് എന്നിവരും പങ്കെടുത്തു. TC ന്യൂസ്, തൃശൂർ. പഴയന്നൂരിൽ ഹോട്ടലിൽ തീപിടുത്തം. പഴയന്നൂർ സെന്ററിലെ രവീന്ദ്ര ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. അടുക്കളയിലെ ചിമ്മിനിയുടെ ഭാഗത്താണ് തീപിടിച്ചത്. സമീപത്തുണ്ടായിരുന്ന യൂണിയൻകാരും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. ഫയർഫോഴ്സ് സ്ഥലത്തെത്തുമ്പോഴേക്കും തീയണച്ചിരുന്നു. ആളപായമില്ല. കുന്നംകുളത്ത് ഹോട്ടലിൽ അഗ്നിബാധ. അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീയണച്ചു. കുന്നംകുളം ഗുരുവായൂർ റോഡിലെ ഫുഡ് കോർണർ ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. അടുക്കളയിലെ സിലിണ്ടറിൽ നിന്നാണ് തീ ആളിപ്പടർന്നത്. ജീവനക്കാർ തീയണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിഫലമായതിനെ തുടർന്ന് അഗ്നിരക്ഷാസേനയെത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. അഗ്നിരക്ഷാസേന സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡിക്സൺ മാത്യു, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ രഞ്ജിത്ത്, ഗോഡ്സൺ, അമൽ, സനിൽ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ഹോട്ടലിന് മുകളിലുണ്ടായിരുന്ന ആസ്ബസ്റ്റോസ് ഷീറ്റ് തീപിടുത്തത്തിൽ തകർന്നു. മലയോര മേഖലയിൽ ഏകാശ്രയമായ അതിരപ്പള്ളി അരൂർമുഴിയിലെ മാവേലി സ്റ്റോറിൽ അവശ്യ സാധനങ്ങളില്ലെന്ന് പരാതി. അതിരപ്പള്ളി വെട്ടിലപ്പാറ, ചായപ്പൻകുഴി, കൊന്നക്കുഴി തുടങ്ങിയ പ്രദേശങ്ങളിലെ ആളുകൾ കൂടുതലായും ആശ്രയിക്കുന്നത് ഈ മാവേലി സ്റ്റോറിനെയാണ്. നിലവിൽ മാവേലി സ്റ്റോറിൽ ആകെയുള്ളത് അരിയും പഞ്ചസാരയും മാത്രമാണ്. പലവ്യഞ്ജന സാധനങ്ങൾ വാങ്ങിക്കുവാൻ ദൂരസ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആളുകൾക്ക് അധിക വില കൊടുത്ത് മറ്റു കടകളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ്. വൈദ്യുതി മുടക്കം പതിവായ മലയോരത്ത് വൈദ്യുതിയില്ലെങ്കിൽ മാവേലി സ്റ്റോറിൽ നിന്ന് സാധനങ്ങൾ ലഭിക്കില്ല. സ്റ്റോറിലെ ഇൻവെർട്ടർ പ്രവർത്തിക്കാത്തതിനാൽ ബില്ലടിക്കാൻ സാധിക്കില്ലാത്തതാണ് കാരണം. ആദിവാസി മലയോര മേഖലയുടെ പ്രത്യേക സാഹചര്യത്തിൽ മാവേലി സ്റ്റോറിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കണമെന്നും പ്രവർത്തനം സുഗമമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ജലസേചന സൗകര്യം കുറഞ്ഞതിനെ തുടർന്ന് മുണ്ടകൻ കൃഷി ഉപേക്ഷിച്ച് ചാറ്റിലാംപാടത്തെ കർഷകർ കൃഷിക്കാവശ്യമായ വെള്ളം ലഭ്യമാക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി വേണമെന്ന് ആവശ്യം. കൊടകര മറ്റത്തൂർ കൃഷിഭവനുകളുടെ പരിധിയിലായി 50 ഏക്കറോളം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന പാടശേഖരം കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടെ ഇതാദ്യമായാണ് മുണ്ടകൻ വിളയില്ലാതെ തരിശു കിടക്കുന്നത്. ചാലക്കുടി ജലസേചന പദ്ധതിക്ക് കീഴിലെ വലതുകര കനാലിന്റെ മേച്ചിറ ഭാഗത്തു നിന്ന് ആരംഭിക്കുന്ന ആറേശ്വരം കാവനാട് ഉപകനാൽ വഴിയാണ് ചാറ്റിലാംപാടത്തേക്ക് കൃഷിക്കാവശ്യമായ വെള്ളം എത്തേണ്ടത്. മുൻകാലങ്ങളിൽ ഈ കനാൽ വഴി യഥേഷ്ടം വെള്ളമെത്തിയിരുന്നുവെങ്കിലും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കനാൽ വെള്ളം കർഷകർക്ക് കിട്ടാക്കനിയാണെന്ന് ചാറ്റിലാംപാടത്തെ കർഷകനായ VK സുബ്രഹ്മണ്യൻ പറഞ്ഞു. ഇവിടെ ഇത്തവണ മുണ്ടകൻ നെൽകൃഷി ചെയ്യാനായിട്ട് കനാൽ വെള്ളം കിട്ടാത്തത് കൊണ്ടും അതുപോലെ തന്നെ മഴയുടെ ലഭ്യത കുറവായതുകൊണ്ടും ഇത്തവണ മുണ്ടകൻ കൃഷി ഇറക്കാൻ പറ്റി. ഈ വർഷം തന്നെയല്ല, കഴിഞ്ഞ വർഷവും ഈ പ്രതിസന്ധി ഉണ്ടായിരുന്നു. കനാൽ വെള്ളം ഏത് ടേൺ തിരിക്കുന്ന സമയത്ത് ഞങ്ങളെ കൃത്യമായി അറിയിക്കാത്തത് മൂലം ഞങ്ങൾക്ക് ആ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. 20 ദിവസം കഴിഞ്ഞിട്ട് 4 ദിവസം കനാൽ വെള്ളം തുറന്നു വിടുന്ന ഒരു അവസ്ഥയാണ് അവിടെ തീരുമാനത്തിലെത്തിയത്. 20 ദിവസം കൂടുമ്പോൾ 4 ദിവസത്തേക്ക് ആറേശ്വരം കാവനാട് ഉപകനാലിലേക്ക് വെള്ളം തുറന്നുവിടാനാണ് അധികൃതരുടെ തീരുമാനമുള്ളത്. ഇങ്ങനെ വെള്ളം തുറന്നുവിട്ടാൽ ചാറ്റിലാംപാടത്തേക്ക് ജലസേചനത്തിന് ആവശ്യമായ തോതിൽ വെള്ളം എത്താനിടയില്ല എന്ന കാരണത്താലാണ് ഇത്തവണ കർഷകർ മുണ്ടകൻ കൃഷിയിൽ നിന്ന് പിന്മാറിയത്. കഴിഞ്ഞ വർഷം ഇവിടെ മുണ്ടകൻ ഇറക്കിയിരുന്നുവെങ്കിലും കനാൽ വെള്ളം ലഭിക്കാത്തതിനാൽ പല കർഷകരുടെയും നെൽച്ചെടികൾ ഉണങ്ങിപ്പോയിരുന്നു. കതിരു വന്ന സമയത്ത് വെള്ളം കിട്ടാതെ വന്നതിനാൽ കനത്ത നഷ്ടമാണ് കർഷകർ നേരിട്ടത്. അടുത്ത കാലം വരെ ആണ്ടിൽ 3 പൂവ് കൃഷിയിറക്കിയിരുന്ന ചാറ്റിലാംപാടത്ത് മുണ്ടകൻ വിള ഇറക്കാതായതോടെ ഒന്നാം വിളയായ വിരിപ്പു മാത്രം ഇറക്കുന്ന പാടശേഖരമായി ചാറ്റിലാംപാടം മാറുകയാണ്. TC ന്യൂസ്, കൊടകര. ദേശീയപാത നടത്തറ സിഗ്നൽസ് ജംഗ്ഷനിൽ കാറുമായി കൂട്ടിയിടിച്ച് കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഒരാൾക്ക് പരിക്കേറ്റു. കണ്ടെയ്നർ ലോറി ഡ്രൈവർ കോയമ്പത്തൂർ സ്വദേശി മുത്തുരാജനാണ് പരിക്കേറ്റത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. എറണാകുളത്ത് നിന്ന് പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. മണിക്കൂറുകൾക്ക് ശേഷം ലോറി ക്രെയിൻ ഉപയോഗിച്ച് മാറ്റി. വടക്കേക്കാട് മണികണ്ഠേശ്വരം KP ഓഡിറ്റോറിയത്തിന് സമീപം ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 4 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ യാത്രക്കാരായ ചാവക്കാട് പാലയൂർ സ്വദേശിനി നാലകത്ത് വീട്ടിൽ സുഹറ, മുസ്ലിം വീട്ടിൽ മൈമുന എന്നിവരെ വയലത്തൂർ ആംബുലൻസ് പ്രവർത്തകരും നാലകത്ത് വീട്ടിൽ ഹിൻഷ, ഐമാൻ എന്നിവരെ നാലാംകല്ല് സഖാവ് ജോൺസൺ ചാരിറ്റബിൾ ട്രസ്റ്റ് ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് കുന്നംകുളം ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ചാവക്കാട് ബ്ലാങ്ങാട് പാറൻപടിയിൽ ടൂറിസ്റ്റ് ബസും ഓട്ടോയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്ക്. കടപ്പുറം തൊട്ടാപ്പ് സ്വദേശി ലാലു പ്രസാദിനാണ് പരിക്കേറ്റത്. ഇയാളെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ എത്തിച്ചു. കലയും സംസ്കാരവും സമന്വയിപ്പിക്കുന്ന ഇന്തോ കൊറിയൻ ആർട്ട് എക്സ്ചേഞ്ച് സംഗമം തുടരുന്നു. ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള കലാപരമായ സഹകരണം ലക്ഷ്യമിട്ടാണ് ചിത്രകാരന്മാർ മാള GB ഫാമിൽ സംഗമിച്ചിട്ടുള്ളത്. സംഗമത്തിന്റെ രണ്ടാം ദിവസമായ ഞായറാഴ്ച പെയിന്റിംഗ് ആരംഭിച്ചു. ചിത്രകാരന്മാർ ഫാമിലെ വിവിധയിടങ്ങളിൽ വെച്ചാണ് ചിത്രങ്ങൾ വരച്ചത്. മ്യൂസിയം ഓഫ് ആർട്ട് ഭൂമയുടെ ഏഷ്യ ആക്സിസ് പ്രോജക്റ്റുമായി സഹകരിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള സംഗമത്തിൽ വിവിധ തനത് കലാപരിപാടികളും നടക്കുന്നുണ്ട്. കേരള സംസ്ഥാന പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ വാർഷികാഘോഷവും പുരസ്കാര സമർപ്പണവും തൃശൂരിൽ നടന്നു. കേരള സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനവും ഗുരുശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ഗുരുശ്രേഷ്ഠ പുരസ്കാര ജേതാവ് ഡോക്ടർ KR ജയകുമാറിനു വേണ്ടി ADGP P. വിജയൻ പുരസ്കാരം ഏറ്റുവാങ്ങി. പ്രഥമ ചിത്ര നമ്പൂതിരിപ്പാട് സ്മാരക കീർത്തിശ്രേഷ്ഠ പുരസ്കാരം സംസ്ഥാന ഇന്റലിജൻസ് ADGP P. വിജയന് മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് താരമ്പൽ രാമകൃഷ്ണൻ സമ്മാനിച്ചു. വിദ്യാശ്രേഷ്ഠ പുരസ്കാരം തൃശൂർ ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS. മനോജ് കുമാർ P. ബാലചന്ദ്രൻ MLA യിൽ നിന്നും ഏറ്റുവാങ്ങി. വിവിധ രംഗങ്ങളിലെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്കുള്ള കർമ്മശ്രേഷ്ഠ പുരസ്കാരം TCB കൊടുങ്ങല്ലൂർ ലേഖകൻ നവാസ് പടുവങ്ങൽ അടക്കമുള്ളവർ ഏറ്റുവാങ്ങി. ചടങ്ങിൽ ഈ വർഷത്തെ ബെസ്റ്റ് PTA അവാർഡിന് അർഹരായ സ്കൂളുകൾക്കുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. PTA സംസ്ഥാന പ്രസിഡന്റ് BG തമ്പി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി KM ജയപ്രകാശ്, വർക്കിംഗ് പ്രസിഡന്റ് KP രാധാകൃഷ്ണൻ, പ്രോഗ്രാം കൺവീനർ ശരത്ചന്ദ്രൻ മച്ചിങ്ങൽ എന്നിവർ സംസാരിച്ചു. തൃശൂർ നഗരത്തിൽ പൗരാവലിയും അതിരൂപതയും ചേർന്നൊരുക്കുന്ന ബോൺ നത്താലയ്ക്കായി അണിയറയിൽ ഒരുങ്ങുന്ന നിശ്ചല ദൃശ്യങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികൾ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് സന്ദർശിച്ച് പുരോഗതി വിലയിരുത്തി. തൃശൂർ ഇക്കണ്ടവാര്യർ റോഡിലെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് കൊല്ലം സ്വദേശി ഷാജി ആന്റണിയുടെ ചുമതലയിൽ നിശ്ചല ദൃശ്യങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരുണ്യത്തിന്റെ ആഘോഷമായ ബോൺ നത്താലയുടെ വിജയത്തിനായി എല്ലാവരുടെയും സഹകരണം വേണമെന്ന് മാർ താഴത്ത് അഭ്യർത്ഥിച്ചു. വലിയ സന്തോഷമുണ്ട്. സാംസ്കാരിക തലസ്ഥാനത്തിൽ ക്രിസ്മസ് നവവത്സര വേളയിലെ സന്ദേശം ഉൾക്കൊള്ളുന്ന, തൃശ്ശൂരിൻ്റെ തനിമ ഉൾക്കൊള്ളുന്ന വിവിധ പ്ലോട്ടുകൾ 15,000-ഓളം പാപ്പന്മാരുടെ നൃത്തത്തോടു കൂടിയിട്ടുള്ള ആവിഷ്കരണങ്ങൾ ഇതെല്ലാം നന്നായി തന്നെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്നവരെ, ഇതിന് സഹകരിക്കുന്ന ഇതിന് പ്രേക്ഷകരെ എല്ലാവരും ഞാൻ പ്രത്യേകം അനുമോദിക്കുകയും നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും ആശംസകൾ നേരുകയും ചെയ്യുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹൃദയരായ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഈ സാംസ്കാരിക തലസ്ഥാനത്തിൻ്റെ ഈ സാംസ്കാരിക ആഘോഷത്തിൻ്റെ വിജയത്തിനായി നൽകണമെന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. യേശുവിന്റെ വചനപ്രസംഗം, മോശയ്ക്ക് മുൻപിൽ രണ്ടായി പിളർന്നു മാറുന്ന ചെങ്കടൽ, പറുദീസ ഗ്രാമം, വയനാട് ദുരന്തം, തൃശൂർ, കേരളത്തിന്റെ സാംസ്കാരിക പെരുമ തുടങ്ങിയ വിഷയങ്ങളിൽ ഊന്നിയുള്ള നിശ്ചല ദൃശ്യങ്ങളാണ് ഒരുങ്ങുന്നത്. കൂടാതെ ചലിക്കുന്ന പുൽക്കൂട്, കോർപ്പറേഷൻ ഒരുക്കുന്ന ലേണിംഗ് സിറ്റി തുടങ്ങി 20-ൽ പരം നിശ്ചല ദൃശ്യങ്ങളാണ് ഇത്തവണ ബോൺ നത്താലയിൽ സന്ദേശവും കൗതുകവും വിസ്മയവുമാകാൻ അണിനിരക്കുക. വൈലോപ്പള്ളി സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ 39ാം ചരമവാർഷിക ദിനാചരണം സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ചു. സാഹിത്യ നിരൂപകൻ ഡോക്ടർ PV കൃഷ്ണൻ നായരുടെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ കവിതയുടെ പാഠശാല എന്ന വിഷയത്തിൽ P. രാമചന്ദ്രൻ സ്മാരക പ്രഭാഷണം നിർവഹിച്ചു. 40 വയസ്സിൽ താഴെയുള്ള കവികൾക്ക് നൽകിവരുന്ന വൈലോപ്പള്ളി കവിതാ പുരസ്കാരം രാത്രിയിൽ അച്ചാങ്കര എന്ന കവിതാ സമാഹാരത്തിന്റെ രചനയ്ക്ക് ദുർഗാപ്രസാദിന് ഡോക്ടർ PV കൃഷ്ണൻ നായർ സമ്മാനിച്ചു. ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ, ഡോക്ടർ AN കൃഷ്ണൻ, പ്രൊഫസർ M. ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വൈലോപ്പള്ളിയെക്കുറിച്ചുള്ള കവിതകൾ ആലപിച്ചുകൊണ്ടുള്ള കവി സമ്മേളനം അരങ്ങേറി. CPM ഉല്ലൂർ ഏരിയ സെക്രട്ടറിയായി NN ദിവാകരനെ തെരഞ്ഞെടുത്തു. മരോട്ടിച്ചാലിൽ നടന്ന ഉല്ലൂർ ഏരിയ സമ്മേളനത്തിലാണ് പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത്. കുട്ടനല്ലൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് KP പോളിനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. പകരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MLA KK രാമചന്ദ്രനായിരുന്നു സെക്രട്ടറിയുടെ ചുമതല. കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു എന്നിവരുൾപ്പെടെ 20-അംഗ കമ്മിറ്റിയെയും യോഗം തെരഞ്ഞെടുത്തു. സമ്മേളനം തിങ്കളാഴ്ച സമാപിക്കും. ഇനി ക്രിസ്മസ് വിശേഷങ്ങളാണ്. ജിംഗിൾ ബെൽസ്.
പ്രത്യാശയുടെ നക്ഷത്ര ശോഭയുമായി എത്തിയ ക്രിസ്മസ് രാവുകളിൽ നാടുണർത്തിയെത്തുന്ന കരോൾ സംഘങ്ങളാണ് തിരുപ്പിറവിയുടെ വരവറിയിക്കുന്നത്. സമ്മാനങ്ങളുമായി എത്തുന്ന പാപ്പമാർ ക്രിസ്മസ് കാലത്തെ ഗൃഹാതുരത്വമുണർത്തുന്ന കാഴ്ചയാണ്. വർണ്ണരാജികൾ വിടരും വാനിൽ തുടങ്ങിയ കരോൾ ഗാനങ്ങളുമായി നാടുണർത്തിയെത്തുന്ന കരോൾ സംഘങ്ങൾ മഞ്ഞുപെയ്യുന്ന ഡിസംബറിലെ ക്രിസ്മസ് രാവുകൾക്ക് നക്ഷത്ര തിളക്കമേകുകയാണ്. നക്ഷത്രവും പുൽക്കൂടും ക്രിസ്മസ് ട്രീയും മാത്രമല്ല, സ്നേഹ സന്ദേശവുമായി എത്തുന്ന കരോൾ സംഘങ്ങളുടെ ഗാനലഹരിയും ഉണ്ടെങ്കിലേ ക്രിസ്മസ് ആഘോഷരാവുകൾ സംഗീത സാന്ദ്രമാകുകയുള്ളൂ. കാലിത്തൊഴുത്തിലെ ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ വരവറിയിച്ച് നക്ഷത്രവിളക്കുകൾ തെളിയിച്ചും ബാൻഡ് സെറ്റിന്റെ അകമ്പടിയോടെയും പാപ്പാസമേതം ആടിപ്പാടിയെത്തുന്ന കരോൾ സംഘങ്ങളെ സ്നേഹോഷ്മളമായി തന്നെ നാടും വീട്ടുകാരും വരവേൽക്കുന്നു. ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് പുറമെ ക്ലബ്ബുകളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ കരോൾ സംഘടിപ്പിക്കാറുണ്ട്. മധുരം പകർന്നും സമ്മാനങ്ങൾ നൽകിയുമെത്തുന്ന ക്രിസ്മസ് പാപ്പമാർ ജാതിമത ഭേദമന്യേ സ്നേഹത്തിന്റെ ആഘോഷമാക്കി ക്രിസ്മസിനെ മാറ്റുകയാണ്. മുൻപ് വീട് വീടാന്തരം കയറിയിറങ്ങിയിരുന്ന പതിവിനു പകരം പല സംഘങ്ങളും അലങ്കരിച്ച വാഹനങ്ങളെ റെക്കോർഡ് കരോൾ ഗാനങ്ങൾ വെച്ച് ആഘോഷം മാറ്റിയതും കാണാം. എങ്കിലും വീടുകളിലും സ്ഥാപനങ്ങളിലും കയറിയിറങ്ങി കരോൾ നടത്തുന്ന സംഘങ്ങളും കുറവല്ല. ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന കരോൾ ഫെസ്റ്റുകളും ക്രിസ്മസിന്റെ ആഘോഷരാവുകളെ തിരുപ്പിറവിയുടെ ആനന്ദധാരയിൽ ആറാടിക്കുകയാണ്. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. അഖില കേരള എഴുത്തച്ഛൻ സമാജം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എഴുത്തച്ഛൻ സമാധി ദിനവും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. തൃശൂർ ചെമ്പക്കാവ് എഴുത്തച്ഛൻ സമാജം ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം സഹൃദയ കോളേജ് മലയാള വിഭാഗം മേധാവി ഡോക്ടർ സ്വപ്ന C. കോമ്പാത്ത് ഉദ്ഘാടനം ചെയ്തു. സമാജം ജില്ലാ പ്രസിഡന്റ് KK ജയറാം അധ്യക്ഷത വഹിച്ചു. സമാജം സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് PR സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി ജയകൃഷ്ണൻ T. മേപ്പിള്ളി, സംസ്ഥാന ജനറൽ സെക്രട്ടറി BA രവീന്ദ്രൻ, അഡ്വക്കേറ്റ് MA കൃഷ്ണനുണ്ണി, TG രവി, രേഖ തോപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. സാഹിത്യ സാംസ്കാരിക പ്രവർത്തകനും അധ്യാപകനുമായിരുന്ന ഡോക്ടർ കൽപ്പറ്റ ബാലകൃഷ്ണൻ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും തൃശൂരിൽ നടന്നു. സൂര്യമുദ്ര എന്ന പേരിൽ സാഹിത്യ അക്കാദമി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൽപ്പറ്റ ബാലകൃഷ്ണൻ സ്മൃതി പുരസ്കാര സമിതി ഏർപ്പെടുത്തിയ സമഗ്ര സംഭാവനയ്ക്കുള്ള നിരൂപക പ്രതിഭാ പുരസ്കാരം PV കൃഷ്ണൻ നായർക്കും സർഗശ്രീ പുരസ്കാരം K. ഉണ്ണികൃഷ്ണന്റെ പെയ്ത്ത് എന്ന കഥാസമാഹാരത്തിനും പഠനത്തിൽ മികച്ച നേട്ടം കൈവരിച്ച MA വിദ്യാർത്ഥിക്കുള്ള പുരസ്കാരം കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥിനി P. പ്രവീണയ്ക്കും സമ്മാനിച്ചു. ഡോക്ടർ SK വസന്തൻ, P. ബാലചന്ദ്രൻ MLA, P. സുരേന്ദ്രൻ, ED ഡേവിസ്, ഷാജു പുത്തൂർ, സരസ്വതി ബാലകൃഷ്ണൻ, അപർണ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ ടെക്സ്റ്റൈൽ മിൽ തൊഴിലാളികളുടെ സംസ്ഥാന സമര പ്രഖ്യാപന കൺവെൻഷൻ നടന്നു. CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ടെക്സ്റ്റൈൽ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് VV ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ടെക്സ്റ്റൈൽ ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MR രാജൻ, AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. രാജു, ടെക്സ്റ്റൈൽ ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK രവീന്ദ്രനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. എഴുത്തുകൂട്ടം തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ സാഹിത്യകാരനും മുൻ അധ്യാപകനുമായ പുറനാട്ടുകര സ്വദേശി ശശി കളരിയിൽ രചിച്ച അമൃതായനം എന്ന പുസ്തകത്തെ ആസ്പദമാക്കി ചർച്ച സംഘടിപ്പിച്ചു. എഴുത്തുകൂട്ടം രക്ഷാധികാരി ഡോക്ടർ അബ്ദുൾ അസീസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് MB ബാബു മുഖ്യാതിഥിയായിരുന്നു. ജയരാജ് മിത്ര പുസ്തക പരിചയ പ്രഭാഷണം നടത്തി. എഴുത്തുകാരൻ സോമൻ ചെമ്പേത്ത് മോഡറേറ്ററായി. സുരേഷ് കുമാർ പാർലിക്കാട്, ഗീത വിജയകുമാർ, ഷീന ചെറുവായിൽ, ഷാജിദ സലീം, ദിനേശ് രാജ, ഗിരിജ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. തൃശൂർ സിറ്റി, റൂറൽ ജില്ലകളിലെ പോലീസ് സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ VF തോമസ് അനുസ്മരണം സംഘടിപ്പിച്ചു. രാമവർമ്മപുരം ജില്ലാ സായുധ സേന ആസ്ഥാനത്ത് നടന്ന അനുസ്മരണ സമ്മേളനം UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ റൂറൽ ജില്ലാ പ്രസിഡന്റ് KI മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂർ ACP SP സുധീരൻ, പോലീസ് അസോസിയേഷൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PC കുഞ്ഞുകുഞ്ഞ്, പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രേംജി K. നായർ തുടങ്ങിയവർ സംസാരിച്ചു.
കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കാവ്യശിഖയുടെ സഹകരണത്തോടെ ഇ ജിനന്റെ ചാറ്റി വന്ന കിറ്റി എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ പാലക്കാട് ഗവൺമെന്റ് മോയൻ LP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുസ്തകം നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി C രാവുണ്ണി അധ്യക്ഷത വഹിച്ചു. റോണി ദേവസ്യ, ശോഭ നാരായണൻ, C സനോജ്, ചാക്കോടി അന്തിക്കാട്, ഇ ജിനൻ തുടങ്ങിയവർ സംസാരിച്ചു. SYS കേരള യുവജന സമ്മേളനത്തിന് തുടക്കമായി. ആമ്പല്ലൂരിലെ പ്ലാറ്റിനം ഗ്രൗണ്ടിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, SYS സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ സഖാഫി, സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഖാസിം എന്നിവർ ചേർന്ന് പതാക ഉയർത്തി. തുടർന്ന് നടന്ന ചടങ്ങിൽ സയ്യിദ് തുറാബ് അസഹാഖ് അധ്യക്ഷത വഹിച്ചു. ICF പ്രസിഡന്റ് സയ്യിദ് ആറ്റക്കോയ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. കൊടകര ആനത്തടം കുടിവെള്ള പദ്ധതിക്ക് സമീപത്തുള്ള റോഡരികിൽ പൊതുസ്ഥലത്തിരുന്ന് പണം വെച്ച് ചീട്ട് കളിച്ച 7 പേരെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് 4190 രൂപ കണ്ടെടുത്തു. മേലൂർ പാലപ്പള്ളിയിൽ ചാലക്കുടി എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ 400 ലിറ്റർ വാഷ് കണ്ടെത്തി നശിപ്പിച്ചു. ഇറിഗേഷൻ തോടിന് സമീപത്താണ് പ്ലാസ്റ്റിക് ഡ്രമ്മിൽ വാഷ് സൂക്ഷിച്ചിരുന്നത്. രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. പ്രതികളെ കണ്ടെത്താനായില്ല. ചാലക്കുടി എക്സൈസ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ CU ഹാരിഷ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ജെയ്സൺ ജോസ്, KP സുനിൽകുമാർ, പ്രിവന്റീവ് ഓഫീസർ PK ആനന്ദൻ, സിവിൽ എക്സൈസ് ഓഫീസർ TK രാകേഷ് തുടങ്ങിയവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് മദ്യവും മയക്കുമരുന്ന് നൽകി അബോധാവസ്ഥയിലാക്കിയ കേസിൽ 2 യുവാക്കളെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടകര കാവിൽ സ്വദേശി സനൽ കൃഷ്ണ, ആലത്തൂർ സ്വദേശി നിതിൻ എന്നിവരാണ് അറസ്റ്റിലായത്. സനൽ നേരത്തെ കഞ്ചാവ് ഉപയോഗിച്ച കേസിലും നിതിൻ പോക്സോ കേസിലും പ്രതിയായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കൊടകര ഇൻസ്പെക്ടർ PK ദാസ്, SI അശ്വിൻ റോയ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഹരിത പ്രോട്ടോകോൾ ചട്ടം കർശനമായി തുടരുന്ന തൃശൂർ KSRTC സ്റ്റാൻഡിനുള്ളിൽ അജൈവ മാലിന്യം കത്തിച്ചതായി പരാതി. സ്റ്റാൻഡിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ മതിലിന് സമീപത്താണ് മാലിന്യങ്ങൾ ഡ്രമ്മിലിട്ട് കത്തിച്ചത്. രൂക്ഷഗന്ധവും പുകയും ഉയർന്നത് യാത്രക്കാർക്കും ജീവനക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. KSRTC സ്റ്റാൻഡിന്റെ മതിലിൽ പോസ്റ്റർ ഒട്ടിക്കുന്നതും ജീവനക്കാർ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ഭക്ഷണം കൊണ്ടുവരുന്നതും വിലക്കുന്ന രീതിയിൽ കർശനമായ ഹരിത പ്രോട്ടോകോൾ നിലനിൽക്കെയാണ് പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ ഡ്രമ്മിലിട്ട് കത്തിച്ചതെന്ന പരാതി ഉയർന്നിരിക്കുകയാണ്. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം മുസ്രീസ് ബോട്ട് ക്ലബ് ജലോത്സവത്തിൽ പുത്തൻപറമ്പിൽ ജേതാക്കളായി. BK രാജൻ ട്രോഫിക്ക് വേണ്ടിയുള്ള A ഗ്രേഡ് വിഭാഗ മത്സരത്തിൽ ഗോതുരുത്ത് പുത്രനെ പിന്തള്ളിയാണ് കൊച്ചിൻ ടൗൺ ക്ലബ്ബ് തുഴഞ്ഞ പുത്തൻപറമ്പിൽ ഒന്നാമനായത്. KD കുഞ്ഞപ്പൻ സ്മാരക ട്രോഫിക്ക് വേണ്ടിയുള്ള B ഗ്രേഡ് വിഭാഗത്തിൽ പുനർജനി ക്ലബ്ബ് തുഴഞ്ഞ വടക്കുമുറം ജേതാവായി. സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 രണ്ടാം സ്ഥാനം നേടി. ഉച്ചയ്ക്ക് നടന്ന ചടങ്ങിൽ ബെന്നി ബെഹനാൻ MP ജലോത്സവം ഉദ്ഘാടനം ചെയ്തു. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത സംസാരിച്ചു. സമാപന ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സമ്മാന വിതരണം നിർവഹിച്ചു. OC ജോസഫ് അധ്യക്ഷത വഹിച്ചു. വാണിജ്യം. മുപ്പത്തിമൂന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ചെവൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പുല്ലോകാരൻ ഫർണിച്ചറിന്റെ ബ്രാഞ്ചായ കാളത്തോട് ഷോറൂമിൽ ആകർഷകമായ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. പാരമ്പര്യത്തിന്റെ പ്രൗഢിയും വിശ്വസ്തതയുമായി അന്നും ഇന്നും ഒരേ പേരിൽ പ്രവർത്തിക്കുന്ന പുല്ലോക്കാരൻ ഫർണിച്ചറിന്റെ കാളത്തോട് ഷോറൂമിൽ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ആകർഷകങ്ങളായ ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ജനുവരി 15 വരെയുള്ള ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനവും ആകർഷകമായ ഡിസ്കൗണ്ടും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. വീടിനുള്ളിൽ സ്ഥലം നഷ്ടപ്പെടാത്ത വിധം ഷോറൂം പ്രതിനിധികൾ വീട്ടിലെത്തി അളവെടുത്ത് ഫർണിച്ചർ കൃത്യമായി സെറ്റ് ചെയ്ത് നൽകുന്നു എന്നതാണ് പുല്ലോക്കാരൻ ഫർണിച്ചറിന്റെ സവിശേഷത. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ പോലും ആകർഷിക്കുന്ന ഏക ഫർണിച്ചർ ഷോറൂമാണ് പുല്ലോക്കാരൻ ഫർണിച്ചർ. സ്വന്തം പണിശാലയിൽ നിർമ്മിച്ചവയും പുറമെ നിന്നുള്ളതുമായ ഗുണമേന്മയും അഭിരുചിക്കിണങ്ങിയതുമായ ഫർണിച്ചറുകൾ ഇടനിലക്കാരില്ലാതെ കാളത്തോട് ചെവൂർ ഷോറൂമുകളിൽ നിന്ന് ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. കാളത്തോട് ഷോറൂമിന് പുറമെ ചെവൂരിലെ മെയിൻ ഷോറൂമിൽ നിന്നും വാങ്ങുന്ന ഫർണിച്ചറുകൾക്കും
ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറുകൾ ലഭ്യമാണെന്ന് പുല്ലോക്കാരൻ ഫർണിച്ചർ ഉടമ റപ്പായി പുല്ലോക്കാരൻ അറിയിച്ചു. ഫർണിച്ചറുകൾ വാങ്ങുമ്പോൾ EMI സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 8078050666 8078050444. ആഘോഷങ്ങൾക്ക് രാജകീയ പ്രൗഢിയേകാൻ ലോകോത്തര സൗകര്യങ്ങളോടെ SK പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കലാമണ്ഡലം ശ്രീലക്ഷ്മിയും സംഘവും അവതരിപ്പിച്ച എന്റെ കേരളം നൃത്തശില്പത്തോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കമായത്. മാനേജിംഗ് ഡയറക്ടർ TM കുഞ്ഞിക്കമ്മു, ഭാര്യ സാജിദ, മറ്റ് കുടുംബാംഗങ്ങൾ എന്നിവർ ചേർന്ന് കൺവെൻഷൻ സെന്ററിന്റെയും ഡൈനിങ് ഹാളിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. മുഹമ്മദ് ഫൈസാനും ഇസ്വ മറിയവും കുട്ടികളുടെ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PM അഹമ്മദ്, മഞ്ജുള അരുണൻ, എടത്തിരുത്തി കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ TK ചന്ദ്രബാബു, TV ലത, മുൻ MLA KU അരുണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നവമി പ്രസാദ്, MK ഫൽഗുണൻ, എടത്തിരുത്തി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MS നിഖിൽ, PR നിഖിൽ, എടത്തിരുത്തി കർമ്മലനാഥ ഫൊറോന ചർച്ച് വികാരി ഫാദർ ഡോക്ടർ പോളി പടയാട്ടിൽ, കണ്ണമ്പുള്ളിപ്പുറം കുമാരമംഗലം ക്ഷേത്രം ശാന്തി പ്രണവ് തലാശ്ശേരി, എടത്തിരുത്തി സൗത്ത് ജുമാ മസ്ജിദ് കമ്മിറ്റി സെക്രട്ടറി സെയ്ദ് ഫാളിലി, PSP നസീർ എന്നിവർ സംസാരിച്ചു. ലോകോത്തര നിലവാരത്തിൽ SK പാലസ് എന്ന ഒരു കൺവെൻഷൻ സെന്റർ സാക്ഷാത്കാരമായിരിക്കുന്നു. കുറഞ്ഞ ചെലവിൽ ആഘോഷങ്ങൾ നടത്താൻ ആഡംബര സൗകര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഉറപ്പു നൽകുന്നു. ഏവർക്കും SK പാലസ് കൺവെൻഷൻ സെന്ററിലേക്ക് സ്വാഗതം. എടത്തിരുത്തി സൗത്തിൽ 10,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ AC, non-AC ഹാളുകളോടെയാണ് കൺവെൻഷൻ സെന്റർ പണിതീർത്തിട്ടുള്ളത്. വിവാഹ പാർട്ടികൾക്കും മറ്റുമായി വിശാലവും കമനീയവുമായ ഡൈനിങ് ഹാൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം, ഫോട്ടോഷൂട്ട് പോയിന്റ്, ലിഫ്റ്റ് സൗകര്യം, ശുദ്ധജല സൗകര്യം, ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ പ്ലാന്റ്, വിദേശ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ശബ്ദ സംവിധാനങ്ങൾ, ഇരിപ്പിടങ്ങൾ എന്നിവ SK പാലസിന്റെ പ്രത്യേകതയാണ്. ആദ്യം ബുക്ക് ചെയ്യുന്ന 10 വധൂവരന്മാർക്ക് മൂന്നാറിലേക്ക് സൗജന്യ ഹണിമൂൺ പാക്കേജും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,090 രൂപ, പവന് 56,720 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,194 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസ പട്ടികയെ ചൊല്ലിയുണ്ടായ വിവാദത്തിൽ വിശദീകരണവുമായി റവന്യൂ മന്ത്രി K രാജൻ. ദുരന്തത്തിൽപ്പെട്ട ഒരാളെ പോലും പട്ടികയിൽ നിന്ന് ഒഴിവാക്കില്ലെന്ന് മന്ത്രി. കട്ടപ്പനയിൽ നിക്ഷേപകൻ ആത്മഹത്യ ചെയ്ത കേസ് പോലീസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. സഹകരണ മേഖലയിലെ തട്ടിപ്പിനെതിരെ കരുവന്നൂർ മോഡൽ സമരം വ്യാപിപ്പിക്കുമെന്നും സുരേന്ദ്രൻ. ജില്ലയിൽ 2 ഇടങ്ങളിൽ ഹോട്ടലുകളിൽ തീപിടുത്തം. പഴയന്നൂർ സെന്ററിലെ രവീന്ദ്ര ഹോട്ടലിലും കുന്നംകുളം ജംഗ്ഷനിലെ ഫുഡ് കോർണറിലുമാണ് തീപിടുത്തമുണ്ടായത്. ആളപായമില്ല. മലയോര മേഖലയിൽ ഏകാശ്രയമായ അതിരപ്പള്ളി അരൂർമുടിയിലെ മാവേലി സ്റ്റോറിൽ അവശ്യ സാധനങ്ങളില്ലെന്ന് പരാതി. മാവേലി സ്റ്റോറിൽ നിലവിൽ ആകെയുള്ളത് അരിയും പഞ്ചസാരയും മാത്രം. ജലസേചന സൗകര്യം കുറഞ്ഞതിനെ തുടർന്ന് മുണ്ടകൻ കൃഷി ഉപേക്ഷിച്ച് ചാട്ടിലാമ്പടത്തെ കർഷകർ. കൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭ്യമാക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി വേണമെന്ന് കർഷകർ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.